നിങ്ങളുടെ കൈമുട്ടുകളും കാൽമുട്ടുകളും ഇതുപോലെ സാധാരണയേക്കാൾ കൂടുതൽ കറക്കുന്നുണ്ടോ? ഇത് എന്തുകൊണ്ടാണ്? കൂടുതൽ കറക്കുന്നത് എങ്ങനെ കുറയ്ക്കാം? ഇത് എങ്ങനെ മാറ്റിയെടുക്കാം? ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തരാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. കൈമുട്ടും കാൽമുട്ടും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെക്കാൾ കുറച്ച് കറുത്തിരിക്കുന്നത് പലരിലും സാധാരണമാണ്. കാരണം ഈ ഭാഗങ്ങളിൽ ഫ്രിക്ഷനും പ്രഷറും കൂടുതൽ അനുഭവപ്പെടുന്നു. പക്ഷെ ചിലരിൽ ഇത് സാധാരണയേക്കാൾ കൂടുതൽ ഡാർക്ക് ആകാൻ തുടങ്ങും. എന്തുകൊണ്ടാണെന്ന് നോക്കാം. വീണ്ടും വീണ്ടും മേശയിൽ കൈമുട്ട് കുത്തിയിരിക്കുക, തറയിൽ മുട്ട് കുത്തിയിരിക്കുക, ടൈറ്റ് ഡ്രസ്സ് ധരിക്കുക, ഡ്രൈ സ്കിൻ അവഗണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചർമ്മത്തിൽ തുടർച്ചയായ ഫ്രിക്ഷൻ ഉണ്ടാക്കാം. ഇതിന് പ്രതികരണമായി സ്കിന്ന് കട്ടിയാവുകയും മെലനിൻ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് കാലക്രമേണ കൈമുട്ടും കാൽമുട്ടും കൂടുതൽ ഇരുണ്ടതാകുന്നത്. പക്ഷേ ഫ്രിക്ഷൻ മാത്രമല്ല കാരണം. ചിലരിൽ അമിതവണ്ണം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, PCOS, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ചില ഹോർമോൺ പ്രശ്നങ്ങളും കാരണമാകാം. പ്രത്യേകിച്ച് കഴുത്ത്, നക്കിൾസ്, അണ്ടർ ആംസ് ഒരുമിച്ച് കറക്കുന്നുണ്ടെങ്കിൽ ഇവ കൂടി പരിശോധിക്കണം. ഇപ്പം കൂടുതൽ ഡാർക്ക് ആവുന്നത് എങ്ങനെ കുറയ്ക്കാം? ആദ്യത്തെ കാര്യം, കൈമുട്ടിലും കാൽമുട്ടിലും തുടർച്ചയായ ഫ്രിക്ഷൻ കുറയ്ക്കുക. അതിന് മേശയിൽ കൈമുട്ട് കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നതും ദീർഘനേരം മുട്ടുകുത്തിയിരിക്കുന്നതും കഴിയുന്നത്ര ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം, കുളിച്ചതിന് ശേഷം സ്ഥിരമായി മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഡ്രൈ സ്കിൻ ഉള്ളവരിൽ വരൾച്ച കൂടുമ്പോൾ കറുപ്പും കൂടുതൽ പ്രകടമാകാം. മൂന്നാമത്തെ കാര്യം, ലെമണ്, ബേക്കിംഗ് സോഡ, ടൂത്ത് പേസ്റ്റ്, കട്ടിയായി സ്ക്രബ് ചെയ്യുന്നത് ഇവ സ്കിന്നിൽ ഒഴിവാക്കുക. കാരണം ഇവ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്ത് കറുപ്പ് കുറയുന്നതിന് പകരം കൂടുതൽ വർദ്ധിപ്പിക്കാം. പക്ഷെ ഒരു പ്രധാന കാര്യം, കൈമുട്ടും കാൽമുട്ടും മാത്രമല്ല, കഴുത്ത്, കൈക്കുഴി, വിരലുകൾ എന്നിവയും ഒരുമിച്ച് കറക്കുന്നുണ്ടെങ്കിൽ അതൊരു കോസ്മെറ്റിക് പ്രശ്നം മാത്രമല്ല. അതിന് പിന്നിൽ ചികിത്സിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. എൻ്റെ പേഷ്യൻസിൽ ഇത് ഫ്രിക്ഷൻ കൊണ്ടാണോ, ഡ്രൈ സ്കിൻ കൊണ്ടാണോ, ഹോർമോണൽ പ്രശ്നങ്ങളാണോ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണോ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകുമോ എന്ന് ആദ്യം വിലയിരുത്തും. കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാനാകൂ. അടുത്ത വീഡിയോയിൽ കൈമുട്ടും കാൽമുട്ടിലുള്ള കറുപ്പ് മാറാൻ വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോഡി പാക്ക് ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ മിസ്സാകാതിരിക്കാൻ വേണ്ടി ഈ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ കറുത്തിരിക്കുന്നത് കൈമുട്ടാണോ, കാൽമുട്ടാണോ, അതോ രണ്ടുമാണോ? കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യും.